ഈ അടുത്താണ് കലാമണ്ഡലം ഒന്ന് വിശദമായിട്ട് കാണാനുള്ളൊരു അവസരം ലഭിച്ചത്. ഇതിനു മുന്നേ ഒരുപാട് തവണ കലാമണ്ഡലത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്ഥലത്തും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് അവിടുത്തെ ഈ കൂത്തമ്പലം എന്ന് പറയുന്ന കെട്ടിടം. ഇവിടെയാണ് അരങ്ങേറ്റം നടത്തുന്ന സ്റ്റേജും ബാക്കി സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ, ഒരു കെട്ടിടം തന്നെയാണ്. അതുപോലെ എനിക്ക് തോന്നുന്നത് ഇതാണ് അവിടുത്തെ ഏറ്റവും പഴയ കെട്ടിടം. എന്തായാലും ഞാൻ രണ്ട് ഒരു ടൂറിസ്റ്റുകളായിട്ടാണ് അവിടെ പോയത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായ വളരെ ആധുനികമായ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ട് അവർ സ്ക്രീനിൽ കലാമണ്ഡലത്തിൻ്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ വളരെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിനുശേഷം രാഹുൽ എന്ന് പറയുന്ന മിഴാവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. പുള്ളി ഞങ്ങളെ ഫസ്റ്റ് കൂട്ടിക്കൊണ്ടുപോയത് ഈ പറയുന്ന ഓട്ടംതുള്ളലിൻ്റെ ക്ലാസ്സിലേക്കാണ്. ഒരു കാര്യം, ഏത് ക്ലാസ്സിൽ ചെല്ലുമ്പോഴും അവരൊക്കെ വളരെ വളരെ പ്രസന്ന വദനത്തോടു കൂടി വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് അത് കണ്ടക്ട് ചെയ്തു എന്നുള്ളത് വളരെ ഒരു നന്ദിയോടെ സ്നേഹത്തോടെയൊക്കെ സ്മരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ക്ലാസ്സിലേക്കാണ് പോയത്. ഏതൊരു കലാലയത്തിൻ്റെയും വരാന്തയിലൂടെ നടക്കുമ്പോൾ കേൾക്കുന്ന ക്ലാസ് മുറികളിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു ശബ്ദങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷവും അവിസ്മരണീയമായ കുറച്ച് നിമിഷങ്ങളായിരുന്നു. ഇത് തിമില. അതിനുശേഷം കഥകളിയുടെ ക്ലാസ്സിലേക്കാണ്. നമ്മൾ ഈ കഥകളി ആരെങ്കിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു കൗതുകം, അതൊരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. ഇത് ചെണ്ട കൊട്ടി പഠിക്കുകയാണ്. നമ്മൾ പുളിയുടെ വടി കൊണ്ടാണ് ഇവർ കൊട്ടുന്നത്. ഫസ്റ്റ് കൊട്ടി പഠിക്കുന്നത് ഇതുപോലത്തെ കല്ലിലാണ്. നമ്മുടെ കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങൾ എത്ര അധികമുണ്ട്, എത്രമാത്രം വൈവിധ്യമാർന്നതാണ്, എത്രമാത്രം രസകരമാണ് എന്നുള്ളതും അതിനെയൊക്കെ അന്യം നിന്ന് പോവാതെ സംരക്ഷിക്കുക എന്നുള്ളതൊരു വളരെ ട്രെൻഡിങ് ആയി നിലനിർത്താൻ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ വള്ളത്താവ് നാരായണ മേനോൻ എന്ന ആ ഒരു മനുഷ്യനെ തോൽപ്പിച്ച ആ ഒരു നിമിത്തത്തിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇത് കൂടിയാട്ടത്തിൻ്റെ ക്ലാസ്സാണ്. ഇത് ചൂട്ടികുത്ത് എന്ന് പറയും, കഥകളിയുടെ മേക്കപ്പ്. സത്യം പറഞ്ഞത് ഏത് ആർട്ട് ഫോമാണെന്ന് എനിക്കറിയില്ല. മോഹിനിയാട്ടമാണോ ഭരതനാട്യമാണോ എന്നും അറിയില്ല. ഇതായിരുന്നു ഞങ്ങൾ അവസാനം കണ്ട ക്ലാസ്. അതിന് ശേഷമാണ് കൂത്തമ്പലവും മറ്റുള്ള ബിൽഡിങ്ങും അവരുടെ സ്റ്റേജും ഒക്കെ കണ്ടത്. എന്തായാലും അവിസ്മരണീയമായ കുറച്ച് നിമിഷങ്ങൾ ഓർമ്മകളുടെ താളിൽ സൂക്ഷിക്കുവാൻ ശേഖരിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ നിന്നും മടങ്ങി.